പ്രമുഖ ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ലെ ഇന്ത്യയിൽ വിൽക്കുന്ന ബേബി ഫുഡിൽ അമിതമായ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് വലിയ വാർത്തയായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെ പഞ്ചസാര ചേർക്കുകയും യൂറോപ്പ്, UK എന്നിവിടങ്ങളിൽ വിൽക്കപ്പെടുന്ന ഇതേ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കാതിരിക്കുകയും ചെയ്യുന്നത് പിന്നോക്ക രാജ്യങ്ങളോടുള്ള നെസ്ലയുടെ വേർതിരിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇന്ത്യ ഇതിനോടകം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെസ്ലയുടെ ഈ നീക്കം ഇത്ര വലിയ പ്രശ്നമാകാൻ കാരണം എന്താണ്? നാം കഴിക്കുന്ന പല ആഹാര പദാർത്ഥങ്ങളിലും പഞ്ചസാര ചേർന്നിട്ടുണ്ട്. വികസ്വര രാജ്യങ്ങളിലെ മേൽപ്പറഞ്ഞ വേർതിരിവ് ചർച്ചാ വിഷയമാണെങ്കിലും ഇതൊരു ഗുരുതര പ്രശ്നമായി കാണേണ്ടതിന് കാരണം ഇത് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ പഞ്ചസാര നൽകി തുടങ്ങുന്നത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതായത് അവർക്ക് നൽകുന്ന ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ പല പോഷകങ്ങളും ശരീരം വേണ്ട രീതിയിൽ ആഗിരണം ചെയ്യാനിടയില്ല. മധുരം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? മുതിർന്നവർക്ക് എന്ന പോലെ കുട്ടികൾക്കും മധുരത്തോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടാകും. ഏകദേശം 6 മാസം പ്രായമുള്ള കുഞ്ഞിന് പോലും മധുരത്തോട് ആസക്തി ഉണ്ടാകാം. ഇത് കുറയ്ക്കാൻ സഹായിക്കുന്ന രുചികളെല്ലാം അവരെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടികളുടെ ഭക്ഷണത്തിലും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, മറ്റ് പോഷകങ്ങൾ എന്നിവയെല്ലാം മിതമായ അനുപാതത്തിൽ അടങ്ങിയിരിക്കണം. പഞ്ചസാര എന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രകൃതിദത്തമായ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പാലിലെ ലാക്ടോസ് പ്രകൃതിദത്ത പഞ്ചസാരയാണ്. പഴങ്ങളിൽ കാണപ്പെടുന്ന ഫ്രാക്ടോസും ആരോഗ്യകരമായ പഞ്ചസാരയുടെ ഉറവിടമായി കണക്കാക്കാം. എന്നിരുന്നാലും കുഞ്ഞുങ്ങൾക്ക് ഇവയെല്ലാം മിതമായി വേണം നൽകാൻ. ചെറുപ്രായത്തിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അവരിൽ പൊണ്ണത്തടിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന വാസ്തവം പലരും വിസ്മരിക്കുന്നു. പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ പതിവായും അമിതമായും കുട്ടികൾക്ക് നൽകുന്നത് അവരിൽ വിശപ്പ് കൂടാൻ കാരണമാവുകയും കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരിൽ ഭക്ഷണത്തോടുള്ള ആസക്തി വളർത്തുകയും ചെയ്യും. സാധാരണയായി പഴങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ലഘുഭക്ഷണങ്ങളിലും പൊടികളിലുമൊക്കെയാണ് ഇത്തരത്തിൽ മറഞ്ഞിരിക്കുന്ന പഞ്ചസാര ഉണ്ടാകാറുള്ളത്. ഇത്തരം ഭക്ഷണങ്ങൾ സൗകര്യപ്രദമായതിനാൽ കൂടുതൽ മാതാപിതാക്കളും ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇത് കുഞ്ഞുങ്ങളിൽ മെറ്റബോളിക് സിൻഡ്രോം പോലുള്ള അവസ്ഥ ഉണ്ടാക്കുമെന്ന് പലരും തിരിച്ചറിയുന്നില്ല. അതായത് കുഞ്ഞുങ്ങളിൽ ഇത് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ അസന്തുലിതാവസ്ഥയ്ക്ക് നയിക്കുന്നു. പിന്നീട് കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ തുടങ്ങി സാംക്രമികേതര രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. പഞ്ചസാര ശരീരത്തിലെത്തുന്നത് മറ്റു പോഷകങ്ങളുടെ ആഗിരണം കുറയ്ക്കുന്നു. ഉദാഹരണത്തിന് ഇരുമ്പ്, വിറ്റമിൻ B12, മറ്റ് പോഷകക്കുറവ് എന്നിവയ്ക്കും ഇത് കാരണമാകുന്നു. ഇത്തരം പോഷകങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ്. കൂടാതെ ദന്തക്ഷയം, അലർജി, വയറുവേദന, വയറിളക്കം എന്നിവയൊക്കെ കുട്ടികളിലുണ്ടാകാം. മാത്രവുമല്ല, കുടൽ ബാക്ടീരിയയിലെ അസന്തുലിതാവസ്ഥ കാരണം ദഹന പ്രശ്നത്തിന് വരെ ഇത് കാരണമാകാം.